ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെ താഴമൺ മഠത്തിൽ നിന്നുള്ള ഒരു തന്ത്രിമാരും യഥാർത്ഥത്തിൽ ബ്രാഹ്മണരല്ല എന്നുള്ളത് സുനിശ്ചയം പറയാം. ശബരിമലയിൽ ഇന്ന് ഒരു യഥാർത്ഥ ബ്രാഹ്മണനെ തന്ത്രിയായി നിയമിക്കേണ്ട അടിയന്തര ഘട്ടമാണ്. അത് താഴമൺ മഠത്തിൽ നിന്നൊരിക്കലും ലഭ്യമാവുകയുമില്ല. കാരണം ശബരിമല എന്താണെന്ന് അറിയുന്ന വ്യക്തിയായിരിക്കണം തന്ത്രി. ഭാരതത്തിൻ്റെ വിജ്ഞാനസാരമായ അല്ലെങ്കിൽ ദർശനസാരമായ സത്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീകാത്മകമായി പേറുന്ന ഇടമാണ് സന്നിധാനം. അതായത് ബ്രഹ്മവിദ്യയുടെ പ്രതീക സ്ഥാനമാണ് സന്നിധാനം. ആ ബ്രഹ്മവിദ്യ അറിയുന്നവരാണ് ബ്രാഹ്മണർ. ബ്രഹ്മവിദ്യ അറിയാത്തവർക്ക് ഒരിക്കലും ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. വെറും പൂനൂലിട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒരു വ്യക്തി ഒരിക്കലും ബ്രാഹ്മണരാകുന്നില്ല എന്ന് തന്നെയാണ് ശബരിമല ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 18 പടികൾ, 18 ശാസ്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ഛാന്തോക്യോപനിഷത്തിലെ തത്വമസി വാക്യം, മഹാവാക്യം അവിടെ കുറിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ആ തത്വമസി എന്താണ് എന്നറിയുന്ന വ്യക്തി, അതറിയുന്ന വ്യക്തി അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതല്ലെങ്കിൽ വാചാലമായി ഉപന്യാസം എഴുതുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. അറിയുക എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. താഴമഠത്തിൽ നിന്നൊരു ഒറ്റ തന്ത്രിമാരും ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം 1987 അവസാനം അന്നത്തെ തന്ത്രി ശബരിമല സന്നിധാനത്തിൽ വെച്ച് കൊടും കൊള്ള നടത്തുന്നത്, അതും അവിടെ വരുന്ന ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് കൊള്ള നടത്തുന്നത് നേരിട്ട് കണ്ട അനുഭവം എനിക്കുണ്ട്. കാരണം ശബരിമല സന്നിധാനത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ട് ഇടതുവശത്തുള്ള ഏതാനും മുറികളുള്ള സ്ഥലമുണ്ട്. അതിലൊരു മുറിയിൽ ഒരു വലിയ കസേരയിൽ ഒട്ടനവധി സ്വർണ്ണമാലകളും വലിയ ലോക്കറ്റുകളും ഒക്കെ ഉള്ള സംഗതികളും ചരടുകളും മണികളും രത്നങ്ങളും ഒക്കെ പതിച്ച മാലകളും ഇട്ട് നെറ്റിയിൽ ഭസ്മവും ചന്ദനവും സിന്ദൂരവും ഒക്കെ പൂശി വലിയ വീതിയുള്ള കസവൊക്കെ ഉടുത്ത് ഈ തന്ത്രി എങ്ങനെ ഇരിക്കും? തമിഴ്നാട് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്ന വലിയ ഭക്തർ അവർ വളരെ ധനികരുമായിരിക്കും. അവർ വന്ന് ഇദ്ദേഹത്തിൻ്റെ കാൽക്കലിരിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കാലിൽ മുട്ടുന്നു, ചിലര് തൊട്ടു തൊഴുന്നു, ചിലര് കുമ്പിട്ട് തൊഴുന്നു, അവരെയൊക്കെ ഇദ്ദേഹം അനുഗ്രഹിക്കുന്നു. ഇവരൊക്കെ ഈ കെട്ടുകണക്കിന് പണവും സ്വർണവും ഒക്കെയാണ് ഈ തന്ത്രിയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് സ്വീകരിച്ച് എടുത്തു മാറ്റുക. ചാക്ക് കണക്കിനാണ് അക്കാലത്തൊക്കെ ഈ തന്ത്രിയും. ഇതേ കണക്ക് തന്നെയാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ മേൽശാന്തി ഉണ്ടോ. അപ്പൊ അന്നൊക്കെ മേൽശാന്തിക്ക് 80കളിൽ തന്നെ ഒരു മേൽശാന്തി ആവണമെങ്കിൽ 10-15 ലക്ഷം കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ അന്നൊരാൾക്ക് മേൽശാന്തിയാകാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് സ്ഥിതി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതൊക്കെ നമുക്ക് വ്യക്തമായ തെളിവുണ്ടാവില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ശബരിമലയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ, അതിൻ്റെ പിന്നിലേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ ഈ കൊള്ളയുടെ ചിത്രങ്ങളാണ്. അതിൻ്റെ ഓരോ മുക്കിനും മൂലയിലും ഈ കൊള്ള നടക്കുകയാണ്. ഒരു പണി നടക്കുകയാണെങ്കിൽ ഒരു ചുടുകട്ട ശബരിമല സന്നിധാനത്ത് എത്തുന്നതിന് 10 രൂപയാണ് ന്യായമായ ചെലവെങ്കിൽ ആ 10 രൂപയുടെ സ്ഥലത്ത് അതിന് 1000-2000 രൂപ ഈ കൈക്കലാക്കുന്ന കോൺട്രാക്ടറും അത് വീതിക്കപ്പെടുന്ന ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാരനും ശാന്തിയും പരികർമ്മിയും ഉൾപ്പെടെ ഉള്ളവർക്കെല്ലാം സമമായിട്ടാണ് ഇത് വീതിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ അവരുടെ ഒരു പങ്കനുസരിച്ചിട്ടാണ് വീതിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഉള്ള കൊള്ളകളുടെ ഒരു മേൽനോട്ട തന്ത്രിയായിരുന്നു വളരെ ദശാബ്ദങ്ങളായിട്ട് ഈ താഴം. ഒരു 50 വർഷത്തിനോ അതല്ലെങ്കിൽ 40 വർഷത്തിനോ അപ്പുറമുള്ള സംഗതികൾ എന്തായിരുന്നു എന്നറിയില്ല. പക്ഷേ ഒരു 10-40-80കൾക്ക് ശേഷം ഇത്തരത്തിലുള്ള കൊള്ളകൾക്ക് മേൽനോട്ടം വഹിക്കുകയും അതിന് അനുവാദം കൊടുക്കുകയും അതിൻ്റെ പങ്കുപറ്റുകയും മുഖ്യമായ പങ്കുപറ്റുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് താഴമൺ മഠത്തിലെ തന്ത്രിമാർക്കുള്ളത്. അപ്പൊ ഈ ബ്രഹ്മവിദ്യ അറിയാവുന്ന വ്യക്തികളെ, തന്ത്രിമാരെ കണ്ടെത്തി, അതായത് സംസ്കൃതവും വേദോപനിഷത്തും തന്ത്രവിദ്യയും അറിയാവുന്ന വ്യക്തികളെ വേണം ശബരിമലയിൽ തന്ത്രിയായി വെക്കേണ്ടത്. അതിന്
നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ഇത് അറിയാമോ, അല്ലെങ്കിൽ ഈ തന്ത്രവിദ്യയും വേദോപനിഷത്തുകളും ഒക്കെ അറിയാവുന്ന ധാരാളം പണ്ഡിതന്മാരും അറിവുള്ളവരുമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് അറിവുള്ളവരെ കണ്ടെത്താനായിട്ടൊരു അഭിമുഖം നടത്താവുന്നതാണ്. അത്തരത്തിൽ നടത്തപ്പെടുന്ന അഭിമുഖങ്ങളുടെ ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഏത് വ്യക്തിക്കും ലഭ്യമാവുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തന്ത്രി യഥാർത്ഥത്തിൽ തന്ത്രിയാകാൻ യോഗ്യതയുള്ള വ്യക്തികളാണോ അല്ലയോ എന്ന് നമുക്ക് നിസ്സംശയം കണ്ടെത്താനും അതറിയാനും കഴിയും. അതിലൂടെ സംഭവിക്കുന്നത്, കാരണം ഇത് വെറുമൊരു വിജ്ഞാനമുള്ള, അതല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ടും കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രകടമാവുകയും വേണം. അവിടെയാണ് ഒരു തന്ത്രിയാവുന്നത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പുരോഹിതനാണ്. അറിവനുസരിച്ച് നീങ്ങുന്നവരായിരിക്കണം. അത്തരത്തിൽ അറിവ് ഉള്ള വ്യക്തികൾ ശബരിമലയിലേക്ക് വരുമ്പോൾ അത് ഒരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറുകയും ആ വിജ്ഞാനത്തിൻ്റെ രശ്മികൾ സമൂഹത്തിലേക്ക് പ്രവഹിക്കുകയും അത് സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ വളരെ പുരോഗമനവും ശാന്തവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിൽ കഴിവുള്ള ഒരു ഇടമാണ് ശബരിമല. അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പരിവർത്തനം പോലും, അല്ലെങ്കിൽ സാമൂഹിക പരിവർത്തന സാധ്യത പോലും അപാരമാണ്. അപ്പം അതിനാൽ ഇപ്പോൾ നമ്മളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുന്ന ശ്രീ കെ ജയകുമാർ, അദ്ദേഹം കവിയാണ്, അതേപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറിയാണ്. പിന്നെ ഇതിനെല്ലാം ഉപരി അദ്ദേഹം ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖനാണ്. അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ യഥാർത്ഥ തന്ത്രിമാരെ കണ്ടെത്തി നിയമിക്കുന്നതിന്, ഈ രീതിയിൽ കണ്ടെത്തി നിയമിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.